ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. ഇപ്പോൾ ഞാൻ ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു പട്ടുപാവാടയാണ്. ഈ പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ ക്രോപ്പ് ടോപ്പ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സാരിയിൽ വന്ന ബ്ലൗസ് മെറ്റീരിയൽ കൊണ്ടാണ് അന്ന് ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ സാരിയാണ് എടുത്തിട്ടുള്ളത്. ആ സാരിയിൽ നിന്ന് ഞാനൊരു 3 മീറ്റർ തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ 3 മീറ്ററാണ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര തുണി വേണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ അരവണ്ണം എത്രയാണോ അതിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ തുണി എടുത്ത് കൊടുക്കേണ്ടത്. എനിക്കിവിടെ അരവണ്ണം വരുന്നത് 34 ഇഞ്ചാണ് അരവണ്ണം. അതിൻ്റെ 3 ഇരട്ടി എടുക്കുമ്പോൾ 102 ഇഞ്ചാണ് വരിക. 102 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പോൾ 104 ഇഞ്ചിലാണ് നമ്മൾ തുണി എടുത്ത് കൊടുക്കേണ്ടത്. 104 ഇഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഒരു 2.5 മീറ്ററിൽ കൂടുതലായിട്ട് വരും. അപ്പോൾ അതാണ് മിനിമം നമ്മൾ എടുത്തു കൊടുക്കേണ്ട തുണി. അതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം. ഞാനിവിടെ 3 മീറ്ററാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചുരുക്ക് കുറച്ച് അധികം കിട്ടും 3 മീറ്റർ എടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു 3 മീറ്റർ തുണി എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുണീനെ ഞാനിവിടെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അളവ് എടുത്ത് കൊടുക്കാനുള്ള സൗകര്യത്തിനെയാണ് ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ലെങ്ത്ത് വേണ്ടത് 41 ഇഞ്ചാണ്. മൊത്തം ലെങ്ത്ത് 41 ഇഞ്ചാണ്. അതിൽ 2 ഇഞ്ച് ബാൻഡിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 41 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്യുമ്പം 39 ഇഞ്ചാണ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. 39 ഇഞ്ചാണ്. 39 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 39.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് ഈ ബോർഡറിൻ്റെ ഇതുവരെ 39.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ഞാനിവിടുന്ന് ഈ ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ ബോർഡർ വീതിയിൽ വേണം, താഴെ വീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയ ബോർഡർ ഇവിടെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, ബോർഡർ വീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ഇത്ര തന്നെ ബോർഡർ വീതി കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഈ ബോർഡർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ വേണ്ടത് 39.5 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അത് കറക്റ്റായിട്ട് എനിക്കിത് ഈ ബോർഡറിൻ്റെ ഇതുവരെയാണ് വരുന്നത്. അതുകൊണ്ട് ആ ബോർഡർ ഞാൻ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പോൾ അതായത് ഈ ബോർഡർ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കറക്റ്റ് നമുക്കിപ്പോൾ ലെങ്ത്ത് വരുന്നത് 39.5 ഇഞ്ചാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ബാൻഡ് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ബോർഡറിൽ നിന്ന് തന്നെയാണ് ബാൻഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ബാൻഡ് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ ബോർഡർ ഇവിടെ ഇങ്ങനെ 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കേർട്ടിൻ്റെ അരവണ്ണം വരുന്നത് 34 ഇഞ്ചാണ്. ഇവിടെ 2ആയിട്ടാണ് മടക്കി കൊടുത്തത്. അതുകൊണ്ട് അതിൻ്റെ 34ൻ്റെ പകുതി 17 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 17 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 18 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 18 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബാൻഡിൻ്റെ വീതി വേണ്ടത് 2 ഇഞ്ചാണ്. ഈ 2 ഇഞ്ച് നമുക്ക് ബാൻഡിൻ്റെ വീതി കിട്ടണമെങ്കിൽ നമ്മൾ 4 ഇഞ്ച് എടുത്തു കൊടുക്കണം. ഈ 4 ഇഞ്ചിൻ്റെ കൂടെ താഴെ നമുക്ക് സ്കേർട്ടുമായിട്ട് ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. പിന്നെ മുകൾ ഭാഗത്ത് മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. എല്ലാം ചേർത്ത് 5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ബാൻഡിന് വേണ്ട തുണി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഈ ബാൻഡിൻ്റെ 2 സൈഡും ഒന്നിങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഈ സൈഡും അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡും ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ബാൻഡിൻ്റെ 2 സൈഡും ഇങ്ങനെയൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ സ്കേർട്ടിൻ്റെ 2 സൈഡിലും നമുക്കൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതേമാതിരി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. 5 ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 2 സൈഡും ഇങ്ങനെയൊന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മാർക്ക് ചെയ്ത് ഇതുവരെ നമ്മളിതാ ഒന്നിങ്ങനെ 2ആയിട്ട് മടക്കി വെച്ചിട്ട് ഈ മാർക്ക് ചെയ്തത് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം 2 സൈഡും. അപ്പോൾ അതായത് സ്കേർട്ടിൻ്റെ 2 സൈഡും ഇങ്ങനെയൊന്ന് ഒരു 5 ഇഞ്ച് വരെ ഇങ്ങനെയൊന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് 2 സൈഡും. ഇനി ഞാനിതിനെ ഒന്ന് 4ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്.
ഇങ്ങനെ ഒന്ന് 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഈ മടക്കി കൊടുത്ത ഈ ഭാഗം ഇവിടെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കണം. ഈ 2 സൈഡ് നമുക്ക് മനസ്സിലാവും, അതുകൊണ്ട് ഈ ഭാഗം വേണ്ട. ഇവിടെ ഒരു ചെറിയ നോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്കിവിടെ ഒരു ചെറിയ നോട്ട്സ് ഇട്ട് കൊടുക്കണം. നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേമാതിരി ബാൻഡിലും ഈ ബാൻഡിനെയും നമ്മളിങ്ങനെയൊന്ന് 4ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. 4ആയിട്ട് മടക്കി കൊടുത്തിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേമാതിരി ഈ സൈഡും ഇങ്ങനെ ഒരു നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതിൻ്റെ ഈ സൈഡും 2 സൈഡും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേമാതിരി സ്കേർട്ട് ഫ്രിൽസ് ഇടാനുള്ള തുണിയിലും നമ്മളിതായി 2 സൈഡും ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതാ ആദ്യം ഇവിടെ ഒരു മാർക്ക് കൊടുത്തു, അതിന് ശേഷം ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്, അതിന് ശേഷം ഇവിടെ ഒരു മാർക്ക്, ലാസ്റ്റ് ഈ 2 അറ്റം. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ ഈ തുണിയിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഫസ്റ്റത്തെ മാർക്ക് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ മാർക്ക് വരുന്ന സ്ഥലവും ഇതും ചേർത്ത് വെച്ച് ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബാൻഡിൻ്റെ ഫസ്റ്റത്തെ മാർക്ക് വരുന്ന സ്ഥലമാണ്. ഇതാ നമ്മൾ ചെറിയൊരു നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഭാഗം. അതേമാതിരി തന്നെ ഈ ഫ്രിൽസ് ഇട്ട് കൊടുക്കാനുള്ള തുണിയിൽ ഫസ്റ്റത്തെ മാർക്ക് വരുന്ന സ്ഥലമാണ് ഈ ഭാഗം, ഈ നോട്ട്സ് ഇട്ട് കൊടുത്ത ഭാഗം. ഇത് രണ്ടും ഞാനിങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇത്രയും സ്ഥലം ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയും സ്ഥലം ഇത്രയും തുണി നമുക്ക് ഈ ഭാഗത്ത് ഫ്രിൽസ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് തന്നെ ആദ്യം ഒന്ന് ഫ്രിൽസ് വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഫ്രിൽസ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഞാനിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പിൻ ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പിൻ ചെയ്ത് കാണിക്കുന്നത്. അടുത്ത ഫ്രില്ല് നമ്മളിത് അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ഈ ഫ്രില്ലിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊന്ന് വെച്ചിട്ട് അടുത്ത ഫ്രില്ലും ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അടുത്തതും ഇങ്ങനെയൊന്ന് ഫ്രില്ല് വെച്ച് നമ്മളിത് അവിടെ അങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫ്രില്ലും ഈക്വലായിട്ട് വരാൻ വേണ്ടി നോക്കണം. അടുത്ത ഫ്രില്ലും നമ്മളിത് ഇങ്ങനെയൊന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് ഫ്രില്ല് ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതും നമുക്കിത് അവിടെ ഒരു ഫ്രില്ലും കൂടെ കൊടുക്കാനേ ഉള്ളൂ തുണി. കറക്റ്റായിട്ട് ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഇതും നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പിന്ന് നമുക്കിങ്ങോട്ട് എടുത്തു കൊടുക്കാം. കറക്റ്റ് ആ തുണി നമ്മളിതാ ഇതുവരെയും വെച്ച് ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതേമാതിരി തന്നെ അടുത്ത മാർക്ക് വരുന്ന സ്ഥലവും ഇതേമാതിരി ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. അടുത്ത മാർക്ക് വരുന്നത് ഇതാ ബാൻഡിൽ ഈ ഭാഗത്താണ്. ഈ തുണിയിൽ ഇതാ നമ്മളിവിടെ നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ ഭാഗത്താണ്. ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതേമാതിരി തന്നെ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം. ഞാനിങ്ങനെ വെച്ച് കാണിക്കുന്നില്ല, എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കാണിച്ചത്. ഇനി ഞാനിത് ബാക്കിയുള്ളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളിതിലിങ്ങനെ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റിലിരുന്ന് ഫുള്ളായിട്ട് ലാസ്റ്റ് വരെ ഇങ്ങനെയൊന്ന് ഫ്രില്ലിട്ട് കൊടുത്തു. ഇതാ ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് വെച്ചാൽ ഈ ഫ്രില്ലെല്ലാം കറക്റ്റായിട്ട് നിൽക്കും. ഇപ്പോൾ ഞാനിത് അയൺ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. അതിന് ശേഷം നമുക്കിതാ ഈ ഭാഗം ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇതൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. തയ്ക്കുമ്പോൾ നമുക്കിതാ ഇത് തേരുവശമാണ്, ഇവിടെ മടക്കി കൊടുക്കണം എന്നില്ല. പക്ഷേ നമ്മൾ അതിനനുസരിച്ച് തുണി എടുത്തുകൊണ്ട് ഇവിടെ മടക്കി കൊടുക്കാനുള്ള തുണിയും ചേർത്തെടുത്തുകൊണ്ട് ഞാനിതൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്.
നിങ്ങളിങ്ങനെ തുണി എടുത്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഈ ഭാഗം തേരുവശമാണെങ്കിൽ 1/2 ഇഞ്ച് കുറവായിട്ട് എടുത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 ഇഞ്ച് ചേർത്തെടുത്തുകൊണ്ടാണ് ഇവിടെ മടക്കി കൊടുക്കുന്നത്. ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതിങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. മടക്കി വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര ഇഞ്ച് ഓപ്പൺ വേണോ അതിനനുസരിച്ച് ഇതൊന്ന് വിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അത് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതാ ഇതിൽ ഒരു റോപ്പ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 റോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഈ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ കൂടെ ഫുള്ളായിട്ട് ഉള്ളിൽ കൂടെ റോപ്പ് ഇട്ട് കൊടുത്തിട്ട് ടാസിൽസ് വെച്ച് കൊടുക്കുക. അതും അല്ലെങ്കിൽ ഹുക്ക് വെച്ച് ഇവിടെ ഇങ്ങനെ ഹുക്ക് ഇടുന്ന മാതിരിയും ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേമാതിരി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.